ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതുവത്സരാശംസകൾ നേരുന്നു. വിശ്വാസികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സുവിശേഷമാണ് പറയേണ്ടത് എന്ന ചിന്താഗതിക്കാരായ ഇടയന്മാരും സുവിശേഷകരും അനേകമുണ്ട്. പാപം, മരണം, ന്യായവിധി, നരകം തുടങ്ങിയ ഭീതിപ്രദമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ അസ്വസ്ഥരാക്കരുതെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. രോഗശാന്തി, ഭൗതിക അനുഗ്രഹങ്ങൾ തുടങ്ങിയവയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന വചന ശുശ്രൂഷ കേൾക്കുവാൻ വിശ്വാസികൾക്ക് വളരെ താൽപ്പര്യമാണ്. കുറ്റബോധം തോന്നാതെ, മുറിവേൽപ്പിക്കപ്പെടാതെ കേട്ടിരിക്കാൻ കൊള്ളാവുന്ന എന്റർടൈനിങ് സുവിശേഷ പ്രസംഗങ്ങൾക്കാണ് ഇന്ന് ശ്രോതാക്കൾ കൂടുതൽ. എന്നാൽ ക്രിസ്തു ദൈവസ്നേഹവും അനുഗ്രഹങ്ങളും പങ്കുവച്ചതോടൊപ്പം നിത്യനരകത്തെയും ശിക്ഷാവിധിയെയും പറ്റി ഊന്നിപ്പറയുമായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പലരും ക്രിസ്തുവിന്റെ വേദിയിൽ നിന്ന് പിന്മാറിപ്പോയത്. ലൂക്കോസ് 13:3 അല്ലല്ല, ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. മത്തായി 21:31 ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മത്തായി 13:51 അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് ശിഷ്യന്മാർ ഉവ്വ് എന്ന് പറഞ്ഞു. കർത്താവിന്റെ ഈ മാറ്റമില്ലാത്ത സത്യം ശിഷ്യന്മാരും ഏറ്റുപറഞ്ഞു. 1 കൊരിന്ത്യർ 6:9-11 വാക്യങ്ങൾ. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് നിങ്ങൾ അറിയണം. നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങൾ സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. പാപത്തിന്റെ അനന്തരഫലങ്ങളെപ്പറ്റി ഗൗരവമായി ചിന്തിക്കാത്തവർക്ക് പുതിയ നിയമത്തിൽ യാക്കോബ് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പുണ്ട്. 1:15 ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പാപമുണ്ടാക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, ആത്മീയ മരണമാണ്. അതേപ്പറ്റി നമുക്ക് ചിന്തിക്കാം. 1,
പാപം മനസ്സിന് താൽക്കാലിക സംതൃപ്തി നൽകും. അതാണ് പാപത്തിന്റെ ആകർഷണം. പക്ഷേ ഒടുവിൽ പാപം മരണത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. പാപം ആത്മശരീര മനസ്സുകളിൽ മരണം വിതയ്ക്കും. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ശരീരത്തിന്റെ ക്ഷയവും പാപരോഗങ്ങളുടെ അനന്തരഫലമാണ്. Sin, when it is finished, bring forth death. രണ്ടാമത്, ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ സുരക്ഷിത ജീവിതത്തിനു വേണ്ടിയാണ് ദൈവം പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്. എന്നാൽ അത് ലംഘിക്കുവാനുള്ള പ്രവണതയാണ് മനുഷ്യനിൽ കണ്ടുവരുന്നത്. ആദി മാതാപിതാക്കൾ നടത്തിയ നിയമലംഘനം ഇന്നും തുടരുകയാണ്. ഭക്തിയുടെ ബാഹ്യപ്രകടനങ്ങൾ ധാരാളമുള്ളതുകൊണ്ട് ദൈവകൽപ്പനകൾ ലംഘിക്കുന്നത് അത്ര വലിയ തെറ്റായി പലരും കാണാറില്ല. സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും ദൈവീക പ്രമാണങ്ങൾ എല്ലാവരും ലംഘിക്കുന്നതുകൊണ്ട് അതൊരു അസാധാരണ കാര്യമായി ആർക്കും തോന്നാറുമില്ല. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 21 വാക്യത്തിൽ തന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നത് കർത്താവിന്റെ നിർബന്ധ വിഷയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ആ വാക്യം: എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. താൽക്കാലിക സുഖത്തിനും നേട്ടത്തിനും വേണ്ടി ദൈവ കൽപ്പന ലംഘിക്കുവാനുള്ള പ്രേരണ പലപ്പോഴും നമുക്കുണ്ടാകും. പക്ഷേ ദൈവിക പ്രമാണങ്ങളെ ലംഘിക്കുവാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ പാപങ്ങളും ഒടുവിൽ മരണത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. Sin, when it is finished, bring forth death. രണ്ടാമത്, ദാമ്പത്യ സൗഹൃദത്തിന് പുറത്തുള്ള ബന്ധത്തിലും സൈബർ ആസക്തികളിലും സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. അവർക്ക് യാക്കോബ് നൽകുന്ന മുന്നറിയിപ്പ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. വിലക്കപ്പെട്ട ബന്ധങ്ങൾ ജഡീക സുഖങ്ങളും താൽക്കാലിക സംതൃപ്തിയുമൊക്കെ നൽകും. അതുകൊണ്ടാണ് ആളുകൾ വഴിതെറ്റിയുള്ള യാത്ര തുടരുന്നത്. പക്ഷെ ഒടുവിൽ ദാമ്പത്യ സൗഹൃദത്തിന്റെയും കുടുംബത്തിന്റെയും തകർച്ചയിൽ മരണത്തിൽ കലാശിക്കും. സദൃശവാക്യം 14 അധ്യായം 12 വാക്യം: ഒരു മനുഷ്യന് ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. Sin, when it is finished, bring forth death. മൂന്നാമത്, പാപത്തെപ്പറ്റിയുള്ള പരാമർശം ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങളും പദവിയുമൊക്കെ കിട്ടുന്ന മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. കുടുംബം, ദാമ്പത്യം, പേരന്റിംഗ്, ഇടയത്വം, സുവിശേഷീകരണം തുടങ്ങിയ നിയോഗങ്ങൾ ഏറ്റെടുത്ത പലരും അതിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് വഴികളിലേക്ക് തിരിയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. പലതിനെയും പറ്റി വ്യാകുലപ്പെടുന്ന മാർത്തയോട് കർത്താവ് പറഞ്ഞു: മാർത്തേ, ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ. ആ നല്ല പങ്ക് നീ തിരഞ്ഞെടുക്കണം. ദൈവം ദിവ്യ നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടും വഴിതെറ്റി നടന്ന്
വഴിതെറ്റിപ്പോയ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. പാപത്തിന്റെ വഴി ദൈവനിയോഗങ്ങൾ തെറ്റിയുള്ള നാശത്തിലേക്കുള്ള വഴിയാണ്. Sin, when it is finished, bring forth death. നാലാമത്, മുറിവേൽപ്പിച്ച കടക്കാർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറില്ലാതെ വെറുപ്പും പ്രതികാരവും മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ക്രിസ്ത്യൻ ഫൊർഗീവ്നെസ്സിന് തയ്യാറില്ലാത്തവർ. സ്വന്തം നിലപാടുകളെ നീതീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്താണ് ഇവർ മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തലിനെ അതിജീവിച്ച് പോകുന്നത്. ഇവരുടെ മനസ്സിലെ പ്രതികാരവും വെറുപ്പും ഒടുവിൽ അതിക്രമങ്ങൾക്കും ബന്ധങ്ങളുടെ മരണത്തിനുമൊക്കെ കാരണമാകും. മാത്രവുമല്ല, ദൈവത്തിൽ നിന്ന് പാപക്ഷമ കിട്ടാത്ത ദുരവസ്ഥയും അവരുടെ ജീവിതത്തിലുണ്ടാകും. അതെങ്ങനെയാണ്? മത്തായി 6:15 മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് പാപക്ഷമ നൽകേണ്ടതില്ല എന്നാണ് ദൈവത്തിന്റെ തീരുമാനം. ആർക്കെങ്കിലും ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. Sin, when it is finished, bring forth death. അതെ, പാപമുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഭയാനകമാണ്. നികത്താനും പരിഹരിക്കാനും കഴിയാത്തതാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ യാക്കോബ് 1:16 വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മാർഗഭ്രംശം, വഴിതെറ്റൽ സംഭവിക്കരുത്. വളരെ ജാഗ്രതയോടെ ജീവിക്കണം. പാപം ചെറുതോ വലുതോ ആയിരുന്നാലും അപകടമാണ്, മാരകമാണ്. യാക്കോബ് 3 ഇതിന്റെ ഒരു നേർചിത്രം നൽകുന്നുണ്ട്. നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ഒരു ചെറിയ തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് കത്തിച്ച് ചാമ്പലാക്കുന്നത്. നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ട് പഴിപ്പിക്കുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരന്മാരെ, ഇത് നല്ലതല്ല, ഉചിതമല്ല. പാപത്തെപ്പറ്റിയുള്ള ഈ പരാമർശം യാക്കോബ് നടത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സദൃശവാക്യം 6 മുന്നറിയിപ്പ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തന് കാൽ പൊള്ളാതെ തീക്കനനിന്മേൽ നടക്കാമോ? ഇല്ല, തീർച്ചയായും സാധിക്കില്ല. പാപത്തിന്റെ തീ കൊണ്ട് കളിച്ചവർക്കെല്ലാം പൊള്ളലേറ്റിട്ടുണ്ട്. ദൈവമേൽപ്പിച്ച അനേകം വിലപ്പെട്ട നിയോഗങ്ങൾ പാപത്തീയിൽ കത്തി എരിഞ്ഞു പോയിട്ടുണ്ട്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഈ പുതുവർഷത്തിൽ നമ്മെ പിൻപറ്റുന്ന പാപ പ്രവണതകളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും പിന്മാറുവാനും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി
വിശുദ്ധ ജീവിതം നയിക്കുവാനും കാൽവരിയിൽ ബലിയായി തീർന്ന നമ്മുടെ കർത്താവ് പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. നിരാശപ്പെടേണ്ട കാര്യമില്ല. അതേപ്പറ്റി 1 യോഹന്നാൻ 1:9 പ്രഖ്യാപനം നമുക്ക് ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കാം. നാം പാപങ്ങളേറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ പുതുവർഷത്തിൽ പാപത്തിൽ നിന്നകന്നും ദൈവത്തോട് ചേർന്നുമുള്ള ഒരു വിശുദ്ധ ജീവിതത്തിന് ദൈവം നമ്മുടെ സഹായവും തുണയുമായിരിക്കട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.